ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനി ഒറ്റയാഴ്ച കേരളത്തിന്റെ ജനവിധിയും തലവരയും അറിയാൻ 7 ദിവസങ്ങൾ മാത്രം. തുടർഭരണമാണോ ഭരണമാറ്റമാണോ? ആകാംക്ഷ അതിര് കടക്കുന്ന നിമിഷങ്ങളാണ്. നെഞ്ചിടിപ്പിന്റെ മണിക്കൂറുകളിലൂടെ രാഷ്ട്രീയ കേരളം സഞ്ചരിക്കുമ്പോൾ വോട്ടെടുപ്പിന് ശേഷമുള്ള ഫീൽഡ് റിപ്പോർട്ട് അനുസരിച്ച് ഹോട്ട് സീറ്റായ മണ്ഡലങ്ങളിലെ ജയസാധ്യത വിലയിരുത്തുകയാണ് 140 ബാറ്റിൽ. സ്വാഗതം. യെസ്, 140 ബാറ്റിൽസ് ഇന്ന് പരിശോധിക്കുന്ന ആദ്യത്തെ മണ്ഡലം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലമാണ്. കോട്ടയത്തെ മൊത്തം 9 സീറ്റുകളിൽപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് ആദ്യം വരാം. LDF സ്ഥാനാർത്ഥി നിലവിലെ മന്ത്രി VN വാസവൻ. രണ്ടാം ഊഴം നാട്ടകം സുരേഷാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. DCC അധ്യക്ഷനാണ്. ആതിര D നായരാണ് NDA സ്ഥാനാർത്ഥി. 2020 നൽകിയ സീറ്റാണ്. 2020 നൽകിയ സീറ്റിൽ NDA സ്ഥാനാർത്ഥിയായി ആതിര D നായർ മത്സരിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് അവിടെ ആർക്കാണ് മേൽക്കൈ എന്ന് വെച്ചാൽ 7 ദിവസം മാത്രം വോട്ടെണ്ണലിന് ബാക്കി നിൽക്കെ ഏറ്റുമാനൂരിലെ ഫീൽഡ് റിപ്പോർട്ട് അനുസരിച്ച് വോട്ടർമാരുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സംസാരിച്ചതനുസരിച്ച് ഏറ്റുമാനൂരിൽ ആർക്കാണ് ജയസാധ്യത? ആ കണക്കിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. യെസ്, എൻ്റെ ഇടതുഭാഗത്തായി ആർക്കാണ് ജയസാധ്യത എന്ന ഗ്രാഫ് ഇതാ പൊങ്ങി വരികയാണ്. നോക്കൂ, 45.50% വോട്ടുമായി VN വാസവൻ തന്നെയാണ് മുന്നിൽ. എന്നുവെച്ചാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഏറ്റുമാനൂരിൽ 45.50% വോട്ടുമായി VN വാസവൻ തന്നെയാണ് തലയെടുപ്പോടെ മുന്നിലുള്ളത്. 43.25% വോട്ടുമായി നാട്ടകം സുരേഷ് രണ്ടാം സ്ഥാനത്തുണ്ട്. എന്നുവെച്ചാൽ 2 ചില്ലറ വോട്ടിന്റെ 2.5% വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത്. 2.5% വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ VN വാസവൻ തന്നെ മേൽക്കൈ പുലർത്തുന്നു. ഏറ്റുമാനൂരിൽ എന്ന ചിത്രമാണുള്ളത്. 8.5% വോട്ട് മാത്രമേ അവിടെ NDA സ്ഥാനാർത്ഥി T20 നൽകിയ സീറ്റാണ്. 2020 നൽകിയ സീറ്റാണ് അവിടെ NDAക്ക് ലഭിക്കുകയുള്ളൂ, ആതിര D നായർക്ക് ലഭിക്കുകയുള്ളൂ എന്ന വിലയിരുത്തലിലേക്കാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ട് VN വാസവൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുക്കവും എന്തുകൊണ്ട് VN വാസവന് തന്നെ അവിടെ ജയിക്കാൻ കഴിയും എന്ന ചിത്രത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. നോക്കൂ, ഏറ്റുമാനൂരിൽ പോളിംഗ് പെർസെൻറ്റേജ് 2026 76.09%. 2021 അത് 75.08% എന്നുവെച്ചാൽ കൃത്യം 1% വ്യത്യാസം മാത്രമാണ് അവിടെ പോളിംഗിലുള്ളത്. യെസ്, ഇനി മറ്റു വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ LDF 5000 മുതൽ 10000 വരെ വോട്ടിന് ജയിക്കുമെന്ന അവകാശവാദമാണ് അവിടെ നടത്തുന്നത്. ഏറ്റുമാനൂരിൽ 5000 മുതൽ 10000 വരെ വോട്ടിന് ജയിക്കാൻ കഴിയും എന്ന അവകാശവാദവും ആത്മവിശ്വാസമാണ് അവിടെ LDF പങ്കുവെക്കുന്നത്. ഇനി UDF ക്യാമ്പിലേക്ക് വരാം. UDF പറയുന്നത് 3000 മുതൽ 5000 വോട്ടിന് വരെ നാട്ടകം സുരേഷിന് അവിടെ ജയിച്ചു കയറാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. ശരി, ഇനി അടുത്ത പോയിന്റിലേക്ക്. LDF അങ്ങനെ VN വാസവൻ ജയിക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടായിരിക്കാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വ്യക്തിപ്രഭാവം. സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് എങ്ങ് മലയടിക്കുകയാണെങ്കിൽ അത് കോട്ടയം ജില്ലയിലും ഉണ്ടാകും. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ തന്നെ അതിനെ തടുത്തു നിർത്താൻ കെൽപ്പുള്ളയാളാണ് VN വാസവൻ എന്ന് LDF ക്യാമ്പ് പറയുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട്. എന്ന് വെച്ചാൽ അവിടെ വലിയൊരു ശതമാനം ഈഴവ വോട്ടുണ്ട്, ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ആ ഈഴവ ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ നല്ലൊരു ഗണ്യമായ വിഹിതം സമാഹരിക്കാൻ കെൽപ്പുള്ള വ്യക്തിപ്രഭാവമുള്ള ആളാണ് VN വാസവൻ എന്ന് അദ്ദേഹം പറയുന്നതുകൊണ്ട് ഈ ഏത് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായാലും, CPM വിരുദ്ധ വികാരമുണ്ടായാലും, ആന്റി ഇൻകുംബൻസ് ഉണ്ടായാലും അതിനെ തടുത്തു നിർത്താൻ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് കഴിയും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നു. ഇനി UDF ക്യാമ്പിന്റെ പ്രതീക്ഷകളിലേക്ക് പോയാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി കഴിഞ്ഞുകൂടി അത് 12000-ലധികം വോട്ടുകൾക്കാണ് അവിടെ VN വാസവൻ ജയിച്ചത്. അതിൽ വലിയൊരു ഗണ്യമായ പങ്ക് ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് VN വാസവൻ ലഭിച്ചിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ സ്പ്ലിറ്റ് ഉണ്ടാകും. അതിൽ ഗണ്യമായൊരു വിഹിതം ഇക്കുറി UDFിലേക്ക് പോകുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നു. ഒപ്പം തദ്ദേശത്തിൽ വലിയ മേൽക്കൈ ഇക്കുറി അവിടെ ഉണ്ടായിട്ടുണ്ട്.
ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി അവിടെ UDF പങ്കുവെക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതിവിശേഷം നോക്കൂ. 2024 അവിടെ UDF കാൻഡിഡേറ്റിന് 9610 വോട്ടിന്റെ ലീഡുണ്ട്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്ക് വന്നാൽ UDFന് 5 ലോക്കൽ ബോഡി സ്ഥാപനങ്ങളും LDFനാകെ ഒറ്റ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി 5 എണ്ണവും UDF നേടിയ ഒരു അവസ്ഥാവിശേഷം അവിടെയുണ്ട്. അത് തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ അവിടെ UDF പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ജോസി ബാബുവിലേക്ക്. ജോസി, ഇഞ്ചോടിഞ്ച് പോരാട്ടം ഏറ്റുമാനൂരിൽ നടന്നു. ഒരു പക്ഷേ കഴിഞ്ഞ 2021 വ്യക്തമായ മേധാവിത്വത്തോടുകൂടിയാണ് VN വാസവൻ ജയിച്ചത്, മന്ത്രിയായതുമൊക്കെ. പക്ഷേ ഇക്കുറി അങ്ങനെ വ്യക്തമായൊരു മേധാവിത്വവും മേൽക്കൈയും ഉണ്ടാകില്ല. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, 2.5% വോട്ട് വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ചാൽ നിലവിൽ ചെയ്ത വോട്ടനുസരിച്ച് നോക്കുമ്പോൾ 5000-ന് താഴെ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടാവുകയുള്ളൂ. വേണമെങ്കിൽ ഒരു അട്ടിമറി സാധ്യത അവിടെ UDFന് ഉണ്ട് താനും. ഇങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് തലത്തിലേക്ക് എങ്ങനെയാണ് ഏറ്റുമാനൂർ സീറ്റ് എത്തിയത്? എന്തായിരിക്കും ഫൈനലി അവിടെ സംഭവിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായും പാലാ മണ്ഡലം കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ. അത് അത്തരമൊരു മത്സരത്തിലേക്ക് വന്നത് നേരത്തെ കാലങ്ങളായി UDFൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു മത്സരിച്ചത്. പക്ഷേ ഇത്തവണ മന്ത്രി VN വാസവനെതിരെ മത്സരിച്ചത് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ്. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു മത്സരിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അനുകൂല ഘടകമായി UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അതുകൂടാതെ പരമ്പരാഗത ഇടത് വോട്ടുകളിൽ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിലടക്കം വിള്ളലുണ്ടാക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകളും അനുകൂലമായി വരും. അതോടൊപ്പം സംസ്ഥാനത്താകെ ഒരു ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ UDF കണക്കുകൂട്ടുന്നുണ്ട്. അതുകൂടി പ്രതിഫലിക്കുകയാണെങ്കിൽ വലിയ മാർജിനിൽ വിജയിക്കാൻ കഴിയും. 3000 മുതൽ 5000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ UDF പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെങ്കിൽ അത് അതിലേക്ക് മുകളിലേക്ക് പോകുമെന്നതാണ് UDF പറയുന്നത്. അതോടൊപ്പം കേരളത്തിൽ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തിയ ഒരു മണ്ഡലം കൂടിയാണ് ഏറ്റുമാനൂർ. ആ നിലയ്ക്കൊക്കെയും താഴെത്തട്ടിൽ പ്രവർത്തകരുടെയും അണികളുടെയും വികാരം വലിയ രീതിയിൽ ഉണർന്നിട്ടുണ്ട്. അതൊക്കെയും അനുകൂല ഘടകമാകും എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരത്തെ PC സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ മുന്നേറ്റം, ഇപ്പോൾ കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDF ആണ്. ഏറ്റുമാനൂർ നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. അതോടൊപ്പം കുത്തകയായിരുന്ന കുമരകം പഞ്ചായത്ത് അടക്കം UDF കഴിഞ്ഞ തവണ പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും അടക്കം മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ അനുകൂല ഘടകമായി UDF കണക്കാക്കുന്നുണ്ട്. ഇതിനിടെ എന്തായാലും ഈ അട്ടിമറി സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് LDF. അട്ടിമറി അങ്ങനെ ഉണ്ടാവില്ല, ഇത് ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളൊക്കെയും ഒരു കാരണവശാലും നടക്കാൻ പോവില്ല എന്നതാണ് LDF ക്യാമ്പ് പറയുന്നത്. അതിന് പ്രധാനമായ കാരണം മന്ത്രി VN വാസവന്റെ വ്യക്തിപ്രഭാവമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 14000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ തെല്ലും കുറവുണ്ടായാൽ പോലും അദ്ദേഹത്തിന് ഒരു പരാജയം ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് LDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. കൂടാതെ മണ്ഡലത്തിലുടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പലയിടങ്ങളിലും താഴെത്തട്ടിൽ പലയിടങ്ങളിലും വികസന പ്രവർത്തനം എത്തിക്കാൻ, കുടിവെള്ളം എത്തിക്കാൻ, പാലങ്ങളുടെ റോഡുകളുടെയും അടക്കം നിർമ്മാണങ്ങൾ എത്തിക്കുവാൻ VN വാസവന് കഴിഞ്ഞു. ആ നിലയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായി വലിയ നേട്ടം അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് LDFന്റെ പ്രതീക്ഷ. അതോടൊപ്പം നമ്മൾ എടുത്തു കാണേണ്ടത് NDA 24000 വോട്ട് പിടിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിൽ. അത് ഇത്തവണ NDA പിടിക്കുമോ, NDA നില മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യവും തീർച്ചയായും. ജോസി, ഒറ്റക്കാര്യം കൂടി ജോസിയെ സൂചിപ്പിച്ചു. എന്തായാലും ലതിക സുഭാഷ് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതയായി അവിടെ മത്സരിച്ചിരുന്നതാണ്. 8000-ൽ പരം വോട്ടുകൾ അവർ അവിടെ നേടിയിരുന്നു. തീർച്ചയായും ലതിക സുഭാഷ് നേടുന്ന വോട്ട് കോൺഗ്രസ് വോട്ടുകൾ തന്നെ ആയിരുന്നിരിക്കണം കഴിഞ്ഞവണ. അങ്ങനെയെങ്കിൽ ആ വോട്ട് കൂടി ഇക്കുറി നാട്ടകം സുരേഷിന് അനുകൂലമായി വരുമെന്ന് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഇഞ്ചോടിഞ്ച് തലത്തിലേക്ക് ഫൈറ്റ് എത്തുന്നു. ഒപ്പം ഒരു അട്ടിമറി സാധ്യത പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അവിടെ UDF. പക്ഷെ അപ്പോഴും ഒരു വലിയ വ്യക്തിപ്രഭാവം കൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വോട്ട് നേടാൻ കെൽപ്പുള്ള ഒരു സമുന്നതനായ നേതാവാണ് കോട്ടയത്തെ VN വാസവൻ എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. എന്തായാലും വോട്ടെണ്ണുമ്പോൾ മാത്രമേ ഒരു അന്തിമ ചിത്രം നൽകാൻ കഴിയൂ. ഇപ്പോഴത്തെ നിലയനുസരിച്ച്, വിലയിരുത്തലനുസരിച്ച് 2.5% വോട്ടുകൾക്ക് VN വാസവൻ തന്നെയാണ് മുന്നിലുള്ളത്.